Today is September 12th, World Mindfulness Day. So, today we are going to talk about mindfulness, full of happiness. ഇവിടെ ശ്രദ്ധിക്കാം. അതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് അല്ലേ? പക്ഷേ ശ്രദ്ധ എവിടെയെങ്കിലും മാറിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. കാരണം പല സമയത്തും നമ്മുടെ മൈൻഡ് പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആയിരിക്കും. അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാധാന്യമുള്ളത്. ഞാൻ റീസെൻ്റ്ലി ഒരാളായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ സാധിച്ചത്. സോ ഐ ആസ്ക് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ആൾ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവില്ല. മിക്കതും നമ്മുടെ മൈൻഡ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും, ഒരു മെക്കാനിക്കൽ മോഡിലായിരിക്കും, ഒരു യാന്ത്രികത എല്ലാത്തിലും ഉണ്ടായിരിക്കും. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ബ്രിങ് ബാക്ക് അവർ മൈൻഡ് ആൻഡ് ബി ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ തന്നെ വി നോ ദാറ്റ് 1+1 is 2. എല്ലാവർക്കും അറിയാം 1 1 2 പക്ഷേ അത് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത്. നമ്മളായിരിക്കുന്ന സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് ഈസ് അവെയർനെസ്. ബോധപൂർവമായി ആ പ്രവൃത്തിയിൽ 100% എഫേർട്ട് എടുത്ത് ഇൻവോൾവ് ആവാം. അതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളെന്നറിയോ? അത് കേട്ടാൽ നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ പെരുമാറുള്ളൂ. ഇപ്പോൾ ഈ അടുത്തൊരു സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ, ലൈക്ക് ഇവിടെ ശ്രദ്ധിക്കൂ. അതെ, അതുതന്നെയാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മൾ ബോധപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യണം. നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യാം? ഞാൻ മിക്കതും കണ്ടിട്ടുണ്ട്. സിഗ്നലിൽ നമ്മൾ സ്റ്റക്കായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊന്ന് നോക്കിയാൽ മതി, അപ്പുറത്തും എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും. അപ്പോൾ സ്ക്രോൾ ചെയ്യും വാട്ട് ഈസ് ഹാപ്പനിങ്. ബിക്കോസ് നമ്മുടെ മൈൻഡിനെ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലേ, എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലും പ്ലേഫുള്ളി നോക്കിക്കൊണ്ടേയിരിക്കണം, എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം. അതേസമയം ട്രാഫിക് ലൈറ്റിൽ സിഗ്നലിൽ മുമ്പ് ഇരിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യാറ്? ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും അല്ലേ? എത്ര ഭംഗിയുള്ള നേച്ചറാണ് നമ്മുടെ ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ എത്ര തരം വണ്ടികളാണുള്ളത്, ഓരോ വണ്ടിയുടെയും ടയറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, വീൽ പ്ലേറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ മുമ്പ് ചിന്തിച്ചിരുന്നു. പക്ഷേ കുറേ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ, IT-യുടെ കുറേ ഇൻ്റർഫിയറൻസ് ഒക്കെ കാരണം നമ്മുടെ മൈൻഡ് മെനി ടൈം നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണതിൽ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇങ്ങനെ ട്രാഫിക് സിഗ്നലിലൊക്കെ കിടക്കുമ്പോൾ മൈൻഡ്ഫുള്ളി ഒന്ന് നോക്കുക ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, എത്ര തരം ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്, എത്ര തരം വണ്ടികളാണുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണത്. ജസ്റ്റ് എൻജോയ് ദ മൊമെൻറ്റ്. നമ്മുടെ ഒരു മനസ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ വാട്ട് വി നീഡ് ടു ബിൽഡ് എ ഗ്രേറ്റ് മൈൻഡ്, യു നീഡ് ടു പ്രാക്ടീസ് ബീയിങ് കാം, ജനറസ്, ഡിസിപ്ലിൻ ആൻഡ് ഓണസ്റ്റ്. ഇതൊന്നും എളുപ്പമല്ല കേട്ടോ. കാരണം ഇതൊക്കെ കുറച്ച് മൂല്യമുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ മിക്ക സമയത്തും ക്വിക്ക് റെസ്പോണ്ടിങ് ആണ് അല്ലേ? കുറേ പണികൾ ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആവും. പ്രത്യേകിച്ച് വീട്ടിലെ പണികൾ അല്ലേ? പാത്രം കഴുകലായാലും നമ്മൾ മോപ്പിംഗ് ആയാലും എവറി ഡേ വി ഡൂ സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ് അല്ലേ? സോ വാട്ട് വി ഹാവ്, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഇതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കുന്നു. കാരണം ഇതൊക്കെ എന്നും ചെയ്യുന്നതാണ്. കാലത്ത് എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, പാത്രം കഴുകുന്നു, ക്ലീനിങ് ചെയ്യുന്നു, മോപ്പ് ചെയ്യുന്നു. എവറി ഡേ വി യൂസ് ടു ഡു. സോ നമ്മളൊരു മെക്കാനിക്കൽ മോഡിൽ അതൊക്കെ ചെയ്തു പോകും. അതേസമയം ഓരോന്നും എൻജോയ് ചെയ്ത് നോക്ക്. എനിവേ വി ഹാവ് ടു ഡു ഓൾ ദ വർക്ക്. അപ്പോൾ ആ ചെയ്യണ വർക്ക് ഹാപ്പി ആയി ചെയ്യുക. കൂടുതൽ നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണല്ലോ. നമ്മൾ ദേഷ്യപ്പെട്ട് ചെയ്തിട്ട് എന്താ കാര്യം? എനിവേ വി ഹാവ് ടു ഡു ദിസ് അല്ലേ? അപ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സിനെ നെഗറ്റീവ് മോഡിൽ ഇടാണ്ട് പാസ്റ്റ് മോഡിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ മോഡിലോ ഇടാണ്ട് പ്രസൻറ്റിൽ നിന്നിട്ട് കാമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇഫ് യു റിയലൈസ്ഡ് ഹൗ പവർഫുൾ യുവർ തോട്ട്സ് ആർ, യു വുഡ് നെവർ തിങ്ക് എ നെഗറ്റീവ് തോട്ട്. നമ്മുടെ തോട്ട്സിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറയണം. നമ്മൾ പാസ്റ്റ് ചിന്തിച്ച എപ്പോഴും കരയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ?
മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അപൂർവം ചിലർക്ക് കുറേ സന്തോഷമുള്ള നിമിഷങ്ങളുണ്ടാവും. സോ ദേ ആർ ബ്ലെസ്ഡ്. ഇനി ഫ്യൂച്ചർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ, വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത്. പാസ്റ്റ് ചിന്തിച്ചാൽ വിൽ ഗെറ്റ് യേഴ്സ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ഫിയർ ആണ്, വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ് എന്നുള്ളത്. സോ നമുക്ക് സന്തോഷം തരുന്ന ഒരേ ഒരു നിമിഷമുള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? പ്രസൻറ്റ്. സോ തിങ്ക് അബൌട്ട് എ പ്രസൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ബി ഹാപ്പി. സോ ഇന്ന് തൊട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. ബി മൈൻഡ്ഫുൾ, അതായിരിക്കണം നമ്മുടെ മോട്ടോ. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചില സമയത്ത് നമ്മൾ കാലത്തൊട്ടും വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളില്ലേ, ഒന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. സത്യത്തിൽ ചിലപ്പോൾ കുളിച്ചൊന്നും വരെ ഓർമ്മയുണ്ടാവില്ല. ചില ദിവസങ്ങൾ അങ്ങനെയല്ലേ. അപ്പോൾ കാലത്തൊട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുള്ളി ചെയ്ത് നോക്കുക. യു ക്യാൻ ക്രിയേറ്റ് മാജിക്. മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ഒരു സ്ട്രെസ് റിലീഫും കൂടിയാണ്. മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി ധാരാളം അറിവുകൾ ശേഖരിക്കുക ആൻഡ് പ്രാക്ടീസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. യു ക്യാൻ ക്രിയേറ്റ് മാജിക് ആൻഡ് യു ആർ അമേസിങ്. യു ക്യാൻ ഹാവ് ദ മൈൻഡ് ഓർ യു ക്യാൻ ഹാവ് ദ മൊമെൻറ്റ്. ഒന്നില്ലെങ്കിൽ മൈൻഡ് പ്ലേയിൽ പെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും ചുറ്റുള്ളത് കാണാണ്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ആ മൊമെൻറ്റിനെ എൻജോയ് ചെയ്യുക. വാട്ട് വി ആർ ഡൂയിങ്, ജസ്റ്റ് എൻജോയ് ഇറ്റ്. സോ കീപ് അമേസിങ്. നന്നായിരിക്കുക, സ്മാർട്ടായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ജിത.